അരീക്കോട്ടുകാർക്ക് ഇത്രയും കാലം അന്യം നിന്നുപോയ വലിയ വലിയ കലാ കായിക സാംസ്കാരിക പരിപാടികൾ അരീക്കോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ കോഴിക്കോട് നിലമ്പൂർ പോലുള്ള പട്ടണങ്ങൾ ഇത്തരം സംഘടനകൾ പതിറ്റാണ്ടുകൾക്കും രൂപീകരണമായിട്ടുണ്ട്. എന്തുകൊണ്ടോ അരീക്കോട്ട് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും അത്തരം പദ്ധതികൾ പട്ടണങ്ങളിൽ ഈ നൗഷാദ് മാഷ് പോലുള്ള ആളുകൾ അവിടെ പോയിട്ടാണ് അവരുടെ സ്ഥാനം കൊടുക്കുന്നത്. അരീക്കോട്ടുകാർക്ക് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ കഴിവുകൾ അരീക്കോട്ടുകാർക്ക് ഉപകാരപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് നമുക്ക് നാട്ടിലെ ഏറ്റവും വലിയ നഷ്ടം. കഴിഞ്ഞ ഈ കൂട്ടായ്മയെ ബന്ധപ്പെട്ട് 2 മീറ്റിങ്ങുകൾ ഇവിടെ നടത്തുകയില്ല. ഈ മീറ്റിങ്ങുകളിൽ ഇതിന്റെ ആവശ്യത്തെക്കുറിച്ചും ഇതിലെ ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചും നമുക്ക് ഈ ഒരു പരിപാടി അരീക്കോടിന്റെ ഭാഗമാകാൻ പോകുന്ന ഈ ഒരു പരിപാടിയിലെ ശില്പികളാണ് നമ്മളിപ്പം മുമ്പ് ആ പുസ്തകത്തിൽ ഒപ്പിട്ടപ്പോൾ മോഹൻമോഹൻ പറയുകയുണ്ടായി ഈ പുസ്തകം അരീക്കോടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. അത് അങ്ങനെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ച് പുറത്തു നിന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ഒരു അഡ്വോക്ക് ചെയർമാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നത് താൽക്കാലികമായി രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ചെയർമാനായിട്ടുള്ള നൗഷാദ് മാഷെ ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അരീക്കോട്ടെ സംഗീത ആസ്വാദകരായ എൻ്റെ സുഹൃത്തുക്കൾ, അരീക്കോട്ടെ ഒരുപാട് സംഗീത സംഘടനകളുണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നുണ്ട്, നമ്മൾ പറയുന്നില്ല. എല്ലാ സാംസ്കാരിക സംഘടനകളും അരീക്കോട് ഒരുപാടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സംഗീത സംഘടന വേണം എന്നുള്ള ഒരു താല്പര്യമാണ് ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. സംഗീതം നമ്മൾ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ പറയുന്നത് പോലെ അറിയും തോറും അല്ലെങ്കിൽ അടുക്കും തോറും അറിയുന്ന ഒരു സാധനമാണ് സംഗീതം എന്ന് നമുക്കറിയാം. ഇന്ന് നാട്ടിലെല്ലാം പാട്ടുകാരെ കൊണ്ട് നടന്നതാണ്. ഇഷ്ടംപോലെ പാട്ടുകാര്. കാരണം ഇന്ന് അത്രയും ലളിതമായിട്ട് നമുക്ക് പാട്ടിനെ നമ്മുടെ കൂടെ കൂട്ടാനുള്ള സംവിധാനങ്ങളിലുണ്ട്. വളരെ എന്താ പറയുക, ലളിതമായിട്ട് നമുക്ക് ഒരു പാട്ടുകാരനാവാൻ എന്ന് കഴിയുന്ന തരത്തിലുള്ള അതിന്റെ ടെക്നോളജി ഇന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തില് ഇന്ന് നിരവധി പാട്ടുകാരുണ്ട് എന്നുള്ളതാണ്. ഏതൊരു കൂട്ടായ്മയിലും പാട്ടുകാരുടെ ബാഹുല്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ വേണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക. പാട്ടുകാരുടെ ഒരു കൂട്ടായ്മ വേണം എന്നുള്ളത് പാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണോ വേണ്ടത് എന്നുള്ളത്. അപ്പോ ഒരേ സ്വരത്തില് എല്ലാവരും പറഞ്ഞത് പാട്ടുകാരുടെ കൂട്ടായ്മ വേണ്ട എന്നുള്ളത്. പാടാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ലുക്കുമാൻ ഇവിടെ പറയും, വായിക്കും. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു സത്യം മാത്രം പറയുകയാണ്. പാട്ട് പാടുന്നവരൊരു കൂട്ടായ്മയല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് സോറി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നല്ല പാട്ടുകൾ ആസ്വദിക്കുന്ന ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. നല്ല പാട്ടുകൾ കേൾക്കുന്ന ആസ്വദിക്കുന്ന, ഇന്നിപ്പോ ഇല്ലാത്തതാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടിന് നമുക്ക് ഇല്ലാതെ പോകുന്നത് ആസ്വാദകരുടെ കൂട്ടമാണ്. വാളെടുക്കുന്നവനൊക്കെ വാളാൻ എന്ന് പറയുന്നത് പോലെ മൈക്കെടുക്കുന്നവനൊക്കെ പാടാൻ എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. എല്ലാവരും പാടുകയാണ്. അടുക്കളയിലും പാട്ടാണ്, കോലായിലും പാട്ടാണ്, ബസ്സിലാണെങ്കിൽ അവിടെയും പാട്ടാണ്, ഏതൊരു യാത്ര പോകുമ്പോഴും പാട്ടാണ്, ഏതൊരു ആഘോഷങ്ങളിലും പാട്ടാണ്, കല്യാണപ്പരയില്
ഒക്കെ പാട്ടുകളാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. അത് നമ്മുടെ സാങ്കേതികതയുടെ ഒരു വളർച്ചയുടെ ഭാഗമാണ്. ഞാനും നിങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ കൊളാമ്പിയിൽ പാട്ട് കേട്ട് രണ്ടാമത്തെ തവണ അത് കേൾക്കുമ്പോഴേക്ക് വ്യത്യസ്തമാക്കിയിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തെങ്ങിൽ കെട്ടിയിരുന്ന ഒരു കൊളാമ്പിയിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ്, അല്ലെങ്കിൽ ഷാജിയില് അല്ലെങ്കിൽ ജോലിയിലോ നടക്കുന്ന ഒരു ഗുരുകല്യാണത്തിന് കേൾക്കുന്ന പാട്ടുകളിലൂടെ പാട്ടിനെ ഇഷ്ടപ്പെട്ട ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൊച്ചു കുഞ്ഞു പോലും വളരെ കൃത്യമായിട്ട് അതിന്റെ ശ്രുതിയും താളവും ലയവും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് പാടാൻ ഇന്ന് കഴിയുന്നുണ്ട്. എല്ലാ വീടുകളിലും ഇന്ന് മ്യൂസിക് സിസ്റ്റം ഉണ്ട്, റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്. എല്ലാ കൂട്ടായ്മകളിലും ഈ തരം പാട്ടുകാരുണ്ട്. ഞാൻ അതിനെ ഒന്നും നിരുത്സാഹപ്പെടുത്തില്ല, അതൊക്കെ വേണ്ടതാണ്. പാട്ടെന്ന് പറയുന്നത് പിന്നെ മാനവ സംസ്കാരത്തിന്റെ ഭാഗമാണ്, നാദഭാഷയാണ് പാട്ട്, അല്ലെ? സംഗീതം എന്ന് പറയുന്നത് സംജ്ഞക്കായ ഗീതം എന്നാണ് അർത്ഥം. സംജ്ഞക്കായ ഗീതം, അതിനാണ് സംഗീതം ഉണ്ടാകുന്നത്. സംഗീതം സംജ്ഞയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ല ഗീതങ്ങൾക്ക് പറയുന്ന പേരാണ് സംഗീതം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശബ്ദവും മൗനവും ചേർന്ന് ഒഴുകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു വൈകാരികമായ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ സംഗീതം. ഏറ്റവും തന്റെ കലിപ്പും ഒക്കെ തന്നെ പാട്ട് കേൾക്കുമ്പോഴേക്ക് നമുക്ക് തരുന്ന ഒരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് സംഗീതം എല്ലാവർക്കും വേണം. പാട്ട് കേട്ടാല് രോഗങ്ങൾ വരെ മാറുന്ന, അല്ലെങ്കിൽ രോഗങ്ങൾ വരെ ഇന്ന് ഭേദപ്പെടുന്ന ഒരു കാലഘട്ടം. ഇന്ന് മ്യൂസിക്കൽ തെറാപ്പി എന്ന് പറയുന്ന രോഗമുണ്ട്. രോഗങ്ങളെ ഭേദപ്പെടുത്തുന്നു. മരങ്ങൾ വളരാൻ സംഗീതം കൊടുക്കുന്നു, കോഴിക്കുഞ്ഞുങ്ങൾ വളരാൻ അല്ലെങ്കിൽ പറവകൾ വളരാൻ ആ പറവകളുടെ കൂട്ടിനകത്ത് സംഗീതം കൊടുക്കുന്ന കാലഘട്ടമാണ്. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അവര് ശാന്തരാകുന്നു, അവര് കലവില കൂട്ടുന്നില്ല, അവര് ഇണചേരുന്നു. സംഗീതത്തിന്റെ ആ മാസ്മരിക നിൽക്കുകയാണ്. അപ്പോ സംഗീതം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് സംഗീതത്തിന്റെ ഒരു നല്ല വശം, സംഗീതം ഉണ്ടാവണം. സംഗീതത്തിനോട് വളരെ പോസിറ്റീവായ ആളുകളാണ്. അവരെ സമീപിച്ചപ്പോൾ അവര് പറഞ്ഞ ഒരു മറുപടി, ഞങ്ങൾക്ക് പാടാനുള്ള അവസരം ഉണ്ടാവുമെന്നാണ്. അതിന് ആദ്യത്തെ മറുപടി തന്നെ ഞങ്ങൾ കൊടുത്തത് അതുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ പാടാൻ നിഷേധിക്കുന്നില്ല, നമ്മുടെ കൂട്ടായ്മയിൽ പാട്ടുണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് ഒരു പാട്ടിന് അവസരം കൊടുക്കാനാണ് ഈ കൂട്ടായ്മ ആയിട്ട് ധരിച്ചു പോയത്. നിങ്ങൾക്ക് പാടാനും അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശം സംഗീതം ആസ്വദിക്കുന്നവരെ, നല്ല സംഗീതത്തിനെ തിരിച്ചറിയുന്നവരുടെ ഒരു കൂട്ടായ്മ ഈ കൂടെ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. സംഗീതത്തിന് പ്രാമുഖ്യം കൊടുക്കുക എന്ന് വെച്ചാൽ മറ്റുള്ള കലാരൂപങ്ങളെ നിഷേധിക്കുക എന്നുള്ളതല്ല കേട്ടോ. നമുക്ക് നാടകമാവാം, മറ്റു കലാരൂപങ്ങളാവാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതിനെ ആസ്വദിക്കുന്ന ഒരു തലമുറയുണ്ടാകും, ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകും. അവർക്ക് പാടുന്നവരുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും കൂട്ടായ്മ അടക്കമുള്ള അടക്കമുള്ള സിംഫണി എന്ന പേരിൽ അരീക്കോട് ഗാന ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ. അത് ആസ്വാദകരുടേത് മാത്രമായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകത നൗഷാദ് എന്നോട് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ശരീരം. അപ്പോൾ ഇങ്ങനെ നല്ല പാട്ടുകൾ കേൾക്കാനുള്ള അവസരം അത് നമ്മളെ അരീക്കോട്ടോടെ നേരത്തെ നമ്മളെ പാട്ടിന് മാത്രമല്ല പല ഗാനമേളകൾക്കും ഒക്കെ പോയിട്ടുണ്ട്. ഗസൽ കേൾക്കാൻ പങ്കജദാസിന്റെ 2 പരിപാടി 3 പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. അരീക്കോട്ടയിൽ ഒരുപാട് അരീക്കോട്ടാൽ അവിടെ അന്ന് മലപ്പുറത്തും 2 കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഗായകന്മാരുടെ പരിപാടി നടക്കുമ്പോൾ അവിടെയൊക്കെ അരീക്കോട്ടുകാരുടെ നിറഞ്ഞ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള ഒരു മേഖല ആണ് അരീക്കോട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ഒത്തുചേരലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അങ്ങനെയുള്ള പരിപാടികൾ
നല്ല ഗാനങ്ങളാണ് നമ്മൾ ആസ്വദിക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളെ പലപ്പോഴും ഇല്ലാതെ പോകുന്നുണ്ട് എന്നുള്ളൊരു സത്യം. ഒരു തവണ അതിൽക്കൂടെ സതീഷ്ബാബുവിന്റെ പാട്ട് കേൾക്കാൻ എന്താ മാർഗമില്ല, ഞാൻ അഭിഷേകനോട് ചോദിച്ചു. അഭിഷേകനോട് സതീഷ്ബാബുവിന്റെ പരിപാടി കേൾക്കാൻ എന്താ പറയുക, ഒരു 25,000 ചെലവാണ്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ സതീഷ് മാസൂരിൻ്റെ അനിയൻ മുബാറക്ക്. അപ്പൊ ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചില്ല, 12,500 ഞങ്ങൾ രണ്ടാളും എടുക്കാം കേൾക്കാണ്. അങ്ങനെ പാറ്റങ്ങാടി കൊണ്ടുവരികയും സതീഷ് ബാബുവിന്റെ ഒരു ഗാനമേള അവിടെ വെച്ച് നടത്തുകയൊക്കെ ചെയ്തു. അപ്പം ഈ ആസ്വാദനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ്വദിക്കുന്ന ആളുണ്ടെങ്കിൽ ഗായകന്മാരൊക്കെ ഉണ്ടാവും, നല്ല പാട്ടുകാരായിരിക്കും ഒരുപാട് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള നല്ലൊരു മുന്നേറ്റമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് സൂചിപ്പിക്കും. ഫൗണ്ടേഷൻ ഞാനൊരു മെമ്പർ 10,000 റുപ്യ കയ്യിലൊരാൾക്ക് ചേരാനുള്ള പൈസ എന്നൊക്കെ എല്ലാവരും കേൾക്കുന്നു. മുംബൈ അതിലുമ്പോഴുണ്ട്. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങളെ പ്രൊഫഷണൽ സംഗീത കൂട്ടായ്മകൾ, ഞങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് വായിക്കണ ആൾക്കാർ, അതുപോലെ തന്നെ പല ഗായകരൊക്കെ പാടെ കൂടി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വെൽഫെയർ സൊസൈറ്റി ഉണ്ടാക്കി. നമുക്കറിയാം ഔഷാദ് സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാറിനത്തിൽ പിരിഞ്ഞ ആളാണ്. സംഗീത കൂട്ടായ്മക്ക് വേണ്ടിയിട്ടായി കോഴിക്കോട് MSCW മുനിസിപ്പൽ വെൽഫെയർ അസോസിയേഷൻ MPW ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഒരുപാട് പരിപാടികൾ നടക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള പാട്ടിനെ കുറിച്ചുള്ള ഒരുപാട് വിജ്ഞാനപ്രദമായ പരിപാടികളാണ്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ഇത് ഒരു പാട്ട് പാടാനുള്ള വേദിയല്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അവരെ ഇതാക്കി പറയണതല്ല. അപ്പൊ ഞാൻ പറയാനുള്ള എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ കോഴിക്കോട് നമ്മൾ പരിപാടിക്ക് പോയാൽ നിറഞ്ഞ സദസ്സുണ്ടാവും. ആ സദസ്സിലെ ആളുകൾക്കൊക്കെ തന്നെ ആ പാട്ടിനെ കുറിച്ച് അറിയാം എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ ടൗണാളിലെ പാട്ട് പാടുന്ന സമയത്ത് ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നത് ഇന്ന് നാട് വിളിച്ചു. ഞാൻ ജയചന്ദ്രൻ്റെ പരിപാടി നിർത്തിയിരിക്കാം, പഞ്ചായത്തിൻ്റെ നിർത്തി. അതിൽ മുന്നിലയിൽ മുങ്ങിത്തോക്കിയുള്ള പാട്ടിന് തുടക്കത്തിൽ അമ്മിയുണ്ട്, സുബോസിലെ അമ്മിയുണ്ട്. അപ്പൊ അമ്മിന് ഭയങ്കര പ്രയാസമുള്ളതാണ്. കാരണം അത് വേണ്ട, ബാക്കി മുന്നിൽ ഞാൻ പാടും. അവിടെ അയാൾ വന്നാണ്ട് ചോദിച്ചു, ആ അമ്മിങ് കൊണ്ടുപോയി. അത് കരുതലെന്നുള്ളത് അർത്ഥം എല്ലാവരും ചോദിക്കാനുള്ള അവകാശം. അപ്പൊ അങ്ങനെ ഒരിക്കലും രണ്ടാമത് സെഞ്ചുറി പരിപാടി എടുത്തപ്പോൾ ഓർമ്മകളെ പാടി എനിക്കറിയാം തെറ്റിപ്പോയി സ്ഥലത്ത്. അതിൽ ഇവിടെ വിളിച്ചിട്ട് അവിടെ നിന്ന് പാടുകയാണ്. കാര്യം ഏതോ ഒരാളെ അപ്പൊ അത്രയും. അപ്പൊ നമുക്ക് അരീക്കോട് അങ്ങനത്തെ സംസ്കാരമുള്ള ആൾക്കാരുണ്ട്. അതാണ് ഉദ്ദേശം. ഞാൻ ഇത് വായിക്കാൻ ഒരുപാടുണ്ട്, അവർ സംസാരിക്കുന്നില്ല. അതായത് സെലീം പറഞ്ഞ പോലെ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമല്ല, ചരിത്രം തന്നെ ആയിരിക്കും. ഇത് നമ്മളെ ഡെവലപ്പ് ഒരു 100 ആൾക്കാരിലേക്ക് ഇത് ഭാവിയിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ അരീക്കോട് നല്ലൊരു സദസ്സ്, നമ്മുടെ ഫാമിലി ഉണ്ടായാലും 100 ആളുകളുടെ നല്ലൊരു സദസ്സ് ഉണ്ടാകാൻ സാധിക്കും. അതോടൊപ്പം ചേർത്ത് പറയേണ്ടത് കോഴിക്കോടിന്റെ മറ്റൊരു മുഖമാണ്. കാരണം സാംസ്കാരിക രംഗത്തേക്ക് അവിടുത്തെ ഭരണസമിതികളൊക്കെ ഉത്സാഹം. നമ്മൾ കോഴിക്കോട് മണങ്കരക്കടത്തിലെ ടൗൺ ഹാളുണ്ട്. അവിടെ നമ്മളെല്ലാ കലാപരിപാടി നടക്കുക. അപ്പം കഴിഞ്ഞ ആഴ്ച മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ പരിപാടി 29-ാം തീയതി കഴിഞ്ഞാൽ 1-ാം തീയതി മുമ്പായി പരിപാടി നടക്കും. അപ്പം എനിക്ക് പറയാനുള്ളത്, ആലോചിച്ച ആ ഒരു ടൗൺ ഹാൾ എത്ര രൂപ വാടക ഉണ്ടാവുന്നതാണ് വിചാരം. ഒരു അറിയത്തില്ല ബാബുക്കൊക്കെ പറയാറ്. ടൗൺ ഹാൾ ഉണ്ടല്ലോ വലിയ 13 ആക്കി ഇരിക്കാവുന്ന എത്ര വാടക കൊണ്ടിരിക്കുന്നത്? അതെ, 1500. 2000 രൂപ വാടക. പക്ഷെ അരീക്കോട് 100 ആളുകളും അതിലിപ്പോ 10,000 രൂപയാണ് പഞ്ചായത്ത് വാടക. പട്ടം നിർമ്മിച്ചിട്ട് പരിപാടിയാണ് നടത്തുന്നത്. ഉറപ്പാണ് ആരൊക്കെ 10,000 രൂപ ഇപ്പോൾ നടത്താം. അപ്പൊ അതുകൊണ്ട് സാംസ്കാരിക പരിപാടികൾക്കൊക്കെ അതിന് അവരോട് സാമ്പത്തികമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കണേ. ബെനിഫിറ്റ് ഷോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റും. ഇപ്പം ടൗൺ കമ്മിറ്റി നമ്മളുടെ നന്നാക്കിയിട്ടുള്ളത് ശരിയാണ്. നന്നാക്കിയിട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കണേ. ഇപ്പൊ 10,000 രൂപ വെച്ചാൽ ഒറ്റ പരിപാടി നടക്കാൻ കണക്കാണ് നല്ലത്. 2,000 രൂപ വെച്ചിട്ട് 10 പരിപാടി ഉണ്ടാക്കണം. അത് പഞ്ചായത്തിന്റെ അധികൃതരോട് പ്രത്യേകിച്ച് കൊടുക്കാൻ. മുൻ പഞ്ചായത്തുകളോട് പറഞ്ഞത് കടപ്പുറ പഞ്ചായത്ത് പരിസരത്തോടും പറയുന്നത്. കാരണം ടൗൺ പരിപാടികൾ നടക്കണമെങ്കിൽ സ്ഥല സൗകര്യങ്ങൾ വേണം. ഇതിപ്പോ സർക്കാരിന്റെ അവതാരത്തിലാണ്. ഇല്ലെങ്കിൽ ഈ പരിപാടി അവിടെ നടക്കും. ഇങ്ങനെ സ്ഥല സൗകര്യം ഉള്ളപ്പോഴാണ് നമ്മൾ പരിപാടിയെ കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ട് ശക്തമായി സംഘടനാ ചെയ്യുമ്പോൾ മറ്റു മാപ്പിള കലാകാരന്മാരോടും അതുപോലെ തന്നെ പല കൂട്ടായ്മകളോടും പഞ്ചായത്തിലേക്ക് മെമ്മോറാണ്ടം കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിപാടി നടത്താൻ സ്ഥലമാണ്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് കടക്കാം. നിബന്ധനകൾ: ഇതൊരു സംഗീത ആസ്വാദകരുടെ ഗ്രൂപ്പായിരിക്കും. ശുദ്ധ സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കും ആസ്വാദകർക്കും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാവാം. സംഘടനയുടെ അംഗത്വം എന്നത് സിംഫണി സൊസൈറ്റി പ്രവർത്തക സമിതിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. സമിതിയിൽ അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ അംഗത്വം നിഷേധിക്കുന്നതാണ്. അണ്ടർലൈൻ ചെയ്യാൻ ഈ കാര്യം. കാരണം ഈ ഇപ്പോഴുള്ള കൂടെ ഒരാളെ ചേർക്കണമെങ്കിൽ ഇതിനകത്ത് എക്സിക്യൂട്ടീവ് ആൾക്കാർ ഒന്നാൾ ചേർത്തിയാൽ അത് വേണ്ട എന്നാണ് പറഞ്ഞാൽ അത് എന്താണെന്ന് ചോദിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ കാരണം. ഒരാൾ പേര് പറഞ്ഞു, അയാൾ അത് വേണം എന്നാ ചെയ്യുന്ന അതായത് കാരണം ബോഡിയിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കണം പ്രവർത്തക സമിതി.
വാർഷിക റിപ്പോർട്ടുകളും വരവ് ചെലവ് കണക്കുകളും ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങേണ്ടതാണ്. സംഘടനാ പ്രവർത്തനങ്ങളിൽ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന അംഗങ്ങളെ പ്രവർത്തക സമിതിക്ക് അവരെ കേൾക്കാൻ അവസരം നൽകി പുറത്താക്കാനോ ശാസിക്കാനോ അധികാരമുണ്ടായിരിക്കും. ഇക്കാര്യങ്ങൾ തുടർന്ന് വരുന്ന ജനറൽ ബോഡിയെ അറിയിക്കേണ്ടതുമാണ്. ജാതി മത രാഷ്ട്രീയ ലിംഗ വ്യത്യാസമില്ലാതെ സംഗീത കലാ ആസ്വാദകരുടെ കൂട്ടായ്മയായിരിക്കും ഇത്. ഏതെങ്കിലും വിഭാഗങ്ങളുടെ പ്രത്യേക കൂറോ വിദ്വേഷമോ വിധേയത്വമോ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. പ്രവർത്തക സമിതി എടുക്കുന്ന തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പ്രവർത്തക സമിതിയിൽ നിന്നും പുറത്തു പോകാൻ താല്പര്യപ്പെടുന്ന പക്ഷം ചെയർമാൻ രാജി നൽകി പുറത്തു പോകാം. ചെയർമാൻ രാജി നൽകേണ്ടത് വൈസ് ചെയർമാൻ ആയിരിക്കും. ചെയർമാൻ രാജിക്കണമെങ്കിൽ വൈസ് ചെയർമാൻ കൊടുക്കാം. സംഘടനയ്ക്ക് സീല്, ലെറ്റർ പാഡ് എന്നിവ ഉണ്ടാക്കാവുന്നതാണ്. അവരുടെ സൂചിപ്പിച്ച ജനറൽ സെക്രട്ടറി വശമായിരുന്നു. പ്രവർത്തക സമിതിക്ക് സൗകര്യാർത്ഥം പ്രവർത്തക സമിതി അംഗങ്ങൾ